ഹായ് പ്രിയ സുഹൃത്തുക്കളെ, ഇന്ത്യയെ പാഠം പഠിപ്പിക്കാൻ വന്ന എല്ലാ രാജ്യങ്ങൾക്കും ശരിക്കും പാഠം പഠിപ്പിച്ചു വിട്ട ചരിത്രമാണ് നരേന്ദ്ര ഭാരതത്തിനുള്ളത്. ഇന്ത്യയുടെ പണം വൻതോതിൽ വിദേശത്തേക്ക് പോകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം എണ്ണയുടെ ഇറക്കുമതിയാണ്. ആവശ്യമുള്ളതിന്റെ 85% എണ്ണയും ഇന്ത്യ വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുന്നത്. റഷ്യ, ഇറാഖ്, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യയുടെ ക്രൂഡ് ഓയിലിന്റെ പ്രധാനപ്പെട്ട ഇറക്കുമതി. UAEയുമായി അടുത്തയിടെ രൂപയുടെ ഇടപാട് നടത്തിയിരുന്നു. ബാക്കിയുള്ള രാജ്യങ്ങളുമായി ഡോളറിലാണ് ഇടപാടുകൾ നടത്താറുള്ളത്. വില കുറയുമ്പോൾ കൂടുതൽ വാങ്ങുക എന്ന സാധാരണ സാമ്പത്തിക തന്ത്രമാണ് എണ്ണയുടെ കാര്യത്തിലും ഇന്ത്യ ഇതുവരേക്കും കൈവരിച്ചു പോരുന്നത്. കോവിഡ് കാലത്ത് ലോകം സ്തംഭിച്ച വേളയിൽ എണ്ണവില കുത്തനെ കുറഞ്ഞു. അവസരം മുതലെടുത്ത് ഇന്ത്യ വൻതോതിൽ എണ്ണ വാങ്ങിക്കൂട്ടുകയും പ്രധാനപ്പെട്ട സംഭരണികളിലെല്ലാം നിറയ്ക്കുകയും ചെയ്തു. സമാനമായ പദ്ധതി ഇപ്പോൾ നിർത്തിവെക്കാനാണ് ഇന്ത്യയുടെ തീരുമാനമെന്ന് ബ്ലൂബെർഗ് ഓയിൽ പ്രൈസ് .com ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയുടെ പ്രധാന എണ്ണ സംഭരണികൾ നിറയ്ക്കുന്നത് $600 ദശലക്ഷം ചെലവുള്ള പദ്ധതിയാണ്. നിലവിൽ $75 മുകളിലാണ് ബാരൽ വില. ഭാവിയിൽ വില കുറയാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യ മനസ്സിലാക്കുന്നു. എണ്ണ സംഭരണികൾ നിറയ്ക്കാൻ വലിയ ചെലവാണുള്ളത്. ഇതാകട്ടെ ഇന്ത്യയുടെ വ്യാപാര കമ്മി ഉയർത്തുകയും ചെയ്യുന്നു. എല്ലാ സംഭരണികളും നിറയ്ക്കുക എന്ന പദ്ധതി മരവിപ്പിച്ചാൽ വ്യാപാര കമ്മി കുറയ്ക്കാൻ സാധിക്കുമത്രേ. മാത്രമല്ല സമീപ ഭാവിയിൽ തന്നെ എണ്ണവില കുറയാനുള്ള സാധ്യതയും നിലവിൽ കാണുന്നു. ഈ വേളയിൽ വാങ്ങാമെന്നാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ജനുവരിയിലും ഫെബ്രുവരിയിലും ഇന്ത്യക്ക് നൽകുന്ന എണ്ണയുടെ വില സൗദി അറേബ്യ കുറച്ചിട്ടുണ്ട്. ഇത് നേട്ടമായിട്ടാണ് ഇന്ത്യ കണക്കാക്കുന്നത്. ഈ സാഹചര്യത്തിൽ വലിയ അളവിൽ വാങ്ങാൻ തുടങ്ങിയാൽ വില ഒരുപക്ഷെ സൗദി ഉയർത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വാങ്ങുന്നത് കുറയ്ക്കാനും ഇനിയും വില കുറയുന്നത് കാത്തിരിക്കാനുമാണ് ആലോചന എന്നാണ് വിദേശ മാധ്യമങ്ങൾ എഴുതുന്നത്. വില കുറയുന്ന വേളയിൽ കൂടുതൽ വാങ്ങി ലാഭമുണ്ടാക്കാം എന്ന് ഇന്ത്യ കരുതുന്നതായി വാർത്തകൾ. ഉപയോഗിക്കാതെ കിടക്കുന്ന എണ്ണ സംഭരണികൾ പ്രധാന എണ്ണ കമ്പനികൾക്ക് പാട്ടത്തിന് നൽകുന്നതിനും തീരുമാനിച്ചിട്ടുണ്ടത്രേ. ഇന്ത്യയുടെ ഭൂമിക്കടിയിലെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളുടെ മൊത്തം ശേഷി 39 ദശലക്ഷം ബാരലാണ്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം, കർണാടകയിലെ മംഗളൂരു, പാടൂർ എന്നിവിടങ്ങളിലാണ് ഈ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. കോവിഡ് വ്യാപിച്ച 2020 ഏപ്രിൽ മെയ് കാലത്ത് എണ്ണവില ആഗോള വിപണിയിൽ കുത്തനെ കുറഞ്ഞിരുന്നു. ബാരലിന് $19 അന്നത്തെ വിൽപ്പന. അവസരം മുതലെടുത്ത് ഇന്ത്യ എല്ലാ സംഭരണികളും നിറച്ചു. അതുവഴി $700 ദശലക്ഷം ലാഭമുണ്ടാക്കിയത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ ബാരലിന് $95 വില. ഇപ്പോൾ $80 താഴെയാണ്. ഇനിയും വില കുറയുമെന്നാണ് കരുതുന്നത്. വില കുറയുമ്പോൾ എണ്ണ കൂടുതൽ വാങ്ങാമെന്നാണ് പുതിയ ആലോചന. മാത്രമല്ല ആന്ധ്രയിൽ നേരിയ തോതിൽ ഉൽപാദനം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ രൂപത്തിലും വളർന്നുകൊണ്ടിരിക്കുന്ന സ്വതന്ത്ര ഭാരതം ഈ സർക്കാരിന്റെ കയ്യിൽ സുരക്ഷിതമാണ് എന്ന് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകളും കരുതുന്നു. അതുപോലെ ലോകരാജ്യങ്ങളും കരുതുന്നു. നരേന്ദ്രമോദിയെ ലോകരാജ്യങ്ങൾ തന്നെ വിശേഷിപ്പിച്ചത് അപകടകാരിയായ ഭരണാധികാരി എന്നും അപകടകാരിയായ രാജ്യസ്നേഹി എന്നുമാണ്. അപ്പോൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇനി അവർ എണ്ണ നൽകിയാലും നൽകിയിട്ടില്ലെങ്കിലും അവരെ മാത്രമാണ് ആശ്രയിക്കുന്നത് എന്ന് തോന്നാത്ത രൂപത്തിൽ ഇന്ത്യ ഈ രൂപത്തിൽ എണ്ണയുടെ കാര്യത്തിലും മറ്റു ലോകരാജ്യങ്ങളെ കടത്തിവെട്ടാൻ ശ്രമിക്കുന്നു. അതിന്റെ സംരംഭമാണ് ഇപ്പോൾ സ്വതന്ത്ര ഭാരതത്തിൽ തന്നെ തുടങ്ങി വച്ചത്. അതുപോലെ ഭീകരർ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ ഭാരതത്തെ ഭയക്കുന്നത്? ഭീകരവാദത്തെയും തീവ്രവാദത്തെയും യാതൊരു വിധത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല നരേന്ദ്രമോദി. ആര് ചെയ്താലും ഇപ്പോൾ ഹമാസിനെ അങ്ങേയറ്റം എതിർക്കുകയും ഇസ്രായേലിനെ പിന്തുണയ്ക്കാനും കാരണം എന്താണ്? ഇത് തന്നെയാണ്. പാകിസ്ഥാനെയും അഫ്ഗാനെയും സഹായിക്കാം, വിശ്വസിക്കില്ല എന്ന് പറയാൻ കാരണം എന്താണ്? ഇത് തന്നെയാണ്. കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരിനെ ഭീകരർ ഭയക്കുകയാണെന്നും 2014 മോദി അധികാരമേറ്റതിനു ശേഷം
രാജ്യത്ത് വലിയ ഭീകരാക്രമണം ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞത് പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗ് ആയിരുന്നു. തീവ്രവാദത്തോട് സീറോ ടോളറൻസ് നിയമമാണ് നരേന്ദ്രമോദി സ്വീകരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ നർമ്മദാബാദ് ജില്ലയിലെ ഈ കെവാഡിയ എന്ന് പറയുന്ന സ്ഥലത്തെ സർദാർ പട്ടേൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ BJP സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് കേന്ദ്രമന്ത്രി ഈ പ്രസ്താവന പുറപ്പെടുവിച്ചത്. എന്തെടുത്താലും തീവ്രവാദികളെ വിജയിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ജമ്മു കാശ്മീർ മാത്രം വിട്ടാൽ മോദിജിയുടെ വരവിന് ശേഷം രാജ്യത്തിന്റെ ഒരു ഭാഗത്തും വലിയ ഭീകരാക്രമണം ഉണ്ടായിട്ടില്ല. അതായത് ഒരു ഭാഗത്ത് രാജ്യത്തെ വികസനത്തിലേക്ക് എത്തിക്കുമ്പോൾ മറുഭാഗത്ത് വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന ഭീകരവാദത്തെ ഉന്മൂലനം ചെയ്യാനും നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ ഒരു ഭാഗത്തും നരേന്ദ്രമോദിയുടെ വരവിന് ശേഷം ഭീകരാക്രമണം ഉണ്ടാകാത്തതിന്റെ കാരണം എന്താണ്? അതിന്റെ അടിസ്ഥാനത്തെ കണ്ടെത്തി, അതിന്റെ അടിത്തറയെ കണ്ടെത്തി വേരോടെ ഉന്മൂലനം ചെയ്യാൻ പ്രതിജ്ഞാബദ്ധരായ നരേന്ദ്രമോദി സർക്കാരിനെ ഭയക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേട്ടം, ഭീകരവാദത്തെ രാജ്യത്ത് നിന്നും ഓടിക്കാൻ സാധിച്ചു എന്നത്. 2018 പാക് അധീന കാശ്മീരിൽ ഭീകരരെയും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് അനുസ്മരിച്ചുകൊണ്ട് സ്വന്തം പ്രദേശത്തോ പുറത്തോ ഭീകരർക്ക് സുരക്ഷിതമായ തുറമുഖങ്ങൾ ഇന്ത്യ അനുവദിക്കില്ല എന്ന വ്യക്തമായ സന്ദേശമാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. തങ്ങളുടെ സുരക്ഷിത താവളങ്ങളിൽ പോലും തങ്ങൾ സുരക്ഷിതരല്ല എന്ന് തീവ്രവാദികൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഉറി ആക്രമണത്തിന് ശേഷം POKയിൽ നടന്ന സർജിക്കൽ സ്ട്രൈക്ക് ലോകത്തിന് വ്യക്തമായ സന്ദേശമാണ് നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ ഭാഗത്തുള്ള തീവ്രവാദികളെ നമുക്ക് വധിക്കാം, അതുപോലെ ആവശ്യമെങ്കിൽ അതിർത്തി കടന്ന് അങ്ങനെയും വധിക്കാം. പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളാണിത്. മുൻ കോൺഗ്രസ് ഭരണകൂടം അവരുടെ ഭരണകാലത്ത് പരിഹരിക്കാൻ വിസമ്മതിച്ച ദശാബ്ദങ്ങൾ പഴക്കമുള്ള ഒരു റാങ്ക്, ഒരു പെൻഷൻ, അതായത് OROP, ഈ പ്രശ്നം പരിഹരിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബഹുമതിയും സിംഗ് എടുത്തു പറഞ്ഞു. മോദിജി അധികാരത്തിൽ വന്നയുടൻ OROP ഫോർമുലയാണ് നടപ്പിലാക്കിയത്. അപ്പോ പല വിഷയങ്ങളിലും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ പ്രതിപക്ഷമായ കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്നും ശ്രീ സിംഗ് പറഞ്ഞു. അന്ന് ശ്രീരാമന്റെ ജന്മസ്ഥലത്ത് ക്ഷേത്രത്തിന് വഴിയൊരുക്കുന്നതിനായി ബാബരി മസ്ജിദ് തകർത്തതിനു ശേഷം BJP 3 സംസ്ഥാന സർക്കാരുകളെ ബലി കൊടുത്തുവെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മു കാശ്മീരിന് പ്രത്യേകമായ പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞതിനും ജമ്മു കാശ്മീരിന്റെ പൂർണ്ണമായ സംയോജനം ഉറപ്പാക്കിയതിനും മോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും കേന്ദ്രമന്ത്രി കൃത്യമായ രൂപത്തിൽ പ്രശംസിച്ചു. മഹാമാരി പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷമുള്ള ഗുജറാത്ത് BJPയുടെ ത്രിദിന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം നിലവിലെ സംസ്ഥാന ദേശീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും അടുത്ത വർഷം സംസ്ഥാനത്ത് നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തന്ത്രം രൂപപ്പെടുത്തുകയും ചെയ്യുമെന്നും അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞതാണ്. രാജ്യം ആരുടെ കരങ്ങളിലാണെങ്കിലും എങ്ങനെ വികസിക്കുന്നു, ശത്രുവിനെ എങ്ങനെയാണ് ചൂണ്ടുവിരലിൽ നിർത്താൻ കഴിയുന്നത്, ശത്രുവിന്റെ നേരെ എങ്ങനെയാണ് തല നിവർന്നൊരു രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് നിൽക്കാൻ സാധിക്കുന്നത്, ഇതാണ് നരേന്ദ്രമോദി ഇന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദി.